മോട്ടിവേറ്റഡ് ആയിട്ട് ബുക്ക് തുറന്ന് പഠിക്കാനിരിക്കുന്നു. 5 മിനിറ്റിന് ശേഷം ഫോൺ സ്ക്രോൾ ചെയ്യുന്നു. അങ്ങനെ ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ പറയും, നിങ്ങൾ മടിയന്മാരോ മടിച്ചികളോ ഒന്നും അല്ല. നിങ്ങൾക്ക് ചുറ്റിനും ഡിസ്ട്രാക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്ത് എങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ടൈം ടേബിളോ സ്ട്രാറ്റജിയോ യൂസ് ചെയ്തിട്ടും ഒരു കാര്യം തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്ത് എങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാം എന്നതിനുള്ള 5 ടിപ്സ് ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. So let's get into the video. So tip number 1. Identify your distractions and purposefully remove them before you start studying. സോ നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് എന്താണ് തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് നിങ്ങളുടെ കൺവെട്ടത്ത് നിന്ന് അതിനെ മാറ്റുക. ഇപ്പം മോസ്റ്റ്ലി ആൾക്കാരുടെ ഡിസ്ട്രാക്ഷൻസ് അവരുടെ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എന്തെങ്കിലും ആയിരിക്കും. സോ നിങ്ങൾ അതിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വെച്ച് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഈ ഫോൺസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ ആപ്പ് ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ടൈം ഡ്രെയിൻ ചെയ്യുന്ന ആപ്പിനെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പഠിക്കുക. അപ്പം എങ്ങനെ തന്നെ പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ ഓൺലൈനോ ഓഫ്ലൈനോ എന്തായാലും ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയൺമെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ 100% ഇട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ടിപ്പ് നമ്പർ 2. കീപ് ഓൾ യുവർ എസെൻഷ്യൽസ് റെഡി ഓൺ ദി ടേബിൾ. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ടേബിളിൽ നിങ്ങൾക്ക് ആ സെഷനിൽ വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കുക. അതായത് വാട്ടർ ബോട്ടിൽ, സം സ്നാക്സ്, ബുക്സ്, ഈ വക സാധനങ്ങളെല്ലാം തന്നെ റെഡി ആയിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോവുക, വെള്ളം കുടിക്കാൻ പോവുക, സ്നാക്സ് എടുക്കാൻ പോവുക, ബുക്സ് എടുക്കാൻ പോവുക, ഇതൊക്കെ ആ കൈൻഡ് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഫക്റ്റീവ്നെസ്സിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ടിപ്പ് നമ്പർ 3. ഹാവ് എ ക്ലിയർ ടാർഗറ്റ് ഫോർ ഈച്ച് സെഷൻ. ഓരോ സെഷനിലും കൃത്യമായ ഒരു പ്ലാനിങ്സ് ഉണ്ടായിരിക്കണം. അല്ലാതെ ജസ്റ്റ് നിങ്ങളുടെ മൂഡ് അനുസരിച്ചല്ല നിങ്ങൾ പഠിക്കാനിരിക്കുന്നത്. ലൈക്ക് ഇന്ന് ഞാൻ ബയോ പഠിക്കും, ഇന്ന് ഞാൻ ഫിസിക്സ് പഠിക്കും, നോ, അങ്ങനെയല്ല. നിങ്ങൾ ഇന്ന് ബയോയിലെ ഈ ചാപ്റ്ററിലെ ഇത്ര ടോപ്പിക്കിനെ ഈ ടൈമിൽ പഠിച്ചു തീർക്കും. നിങ്ങൾ ഫിസിക്സിലെ ഈ ചാപ്റ്ററിലെ ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു തീർക്കും. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇത്ര റിയാക്ഷൻസിനെ നിങ്ങൾ പഠിക്കും. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. വെറുതെ വേഗമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിക്സിനെ കവറും ആവില്ല, നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ അത് നോട്ട് ചെയ്യുക. ടിപ്പ് നമ്പർ 4. സ്റ്റഡി ഇൻ ഫോക്കസ് ബ്ലോക്സ്. 3-4 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിക്കുന്നതിന് പകരം എയിം ഫോർ എ 60 to 90 minute സെഷൻ. അപ്പം ഈ ഓരോ സെഷൻസ് കഴിഞ്ഞതിന് ശേഷം യു ക്യാൻ ടേക്ക് എ 10 to 20 minutes ബ്രേക്ക്. അപ്പോൾ ഈ 10 to 20 minutesൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോൺ സ്ക്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് അടുത്ത് സംസാരിക്കാൻ പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണമെങ്കിൽ അങ്ങനെ ആകാം. അപ്പോൾ ഈ ബ്രേക്കിന് ശേഷം കൃത്യസമയത്ത് തന്നെ തിരിച്ച് ടേബിളിൽ നിങ്ങൾ വന്നിരിക്കണം. അല്ലാതെ ഇങ്ങനെ ചിലരുടെ ടെൻഡൻസിയാണ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പോക്കാ, 1 മണിക്കൂറത്തേക്ക് പിന്നെ പഠിക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോകും. അങ്ങനെ ചെയ്യരുത്. 10 to 20 minutes ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് വന്നിരുന്നിരിക്കണം. മണിക്കൂറുകളോളം പഠിക്കുന്നതിലും എഫിഷ്യൻ്റ് ആയിരിക്കും ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത്. ടിപ്പ് നമ്പർ 5. സ്റ്റാർട്ട് ഈച്ച് സ്റ്റഡി സെഷൻ വിത്ത് ദ ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഓർ ഹാർഡസ്റ്റ് ടോപ്പിക്. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ ഒട്ടും താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് അത് വെച്ചിട്ട് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ഓരോ സെഷൻ്റെയും ഇനീഷ്യലി ഉള്ള ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനും നല്ല ഫോക്കസ്ഡ് ഒക്കെ ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്നതും ആ സമയത്തായിരിക്കും. അപ്പോൾ ആ പാടുള്ള ആ ടോപ്പിക്കിനെ അപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒത്തിരി നിങ്ങളുടെ മെന്റൽ എനർജി ഡ്രെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവസാനമൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾ ഒത്തിരി മെന്റലി ഡ്രെയിൻഡ് ഒക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ ആ സെഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അപ്പോഴത്തേക്കിനും നിങ്ങൾ ഈ ഹാർഡ് ടോപ്പിക്സിനെ മിച്ചം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.